ആ അരവിന്ദ, എല്ലാരും ഉണ്ടല്ലോ. എന്താണ് പതിവില്ലാതെ? പതിവില്ലാത്തൊക്കെ സംഭവിക്കുമ്പോൾ ഇങ്ങോട്ട് വരാതിരിക്കാൻ പറ്റുമോ? വാസ്തവം. ഇന്നലത്തെ പരിപാടി പിള്ളേർ തകർന്നെന്നാണല്ലോ കേട്ടത്. ആർട്ടിസ്റ്റ് പുളകിതൻ, എന്തോ ആഫീസർമാരെ ഒന്ന് നോക്കുമ്പോ റോഡിലെ വരയായിരിക്കണം. അല്ലെങ്കിൽ അറിയാലോ. നിങ്ങളുടെ വരേരും കുറിയും കണക്കറിയാനല്ല ഞങ്ങൾ വന്നത്. പിന്നെന്തിനാണാവോ? നിങ്ങളെ മോള് UK ഒന്നും അറിഞ്ഞല്ല. അതിന് അമ്മ പേടിക്കാതെ, ഞാൻ ഇപ്പോൾ ഉണർത്തി തരാം. അയ്യോ ഡോക്ടറെ, പതിയെ ഉണർത്തിയാൽ മതി കേട്ടാ. ഇതൊന്ന് പതിയെ കേട്ടാൻ പറ്റുമോ? ഓ പിന്നെ പാവം. അപ്പാ. ഓ ആ മതി. അയ്യോ ഓ, ഞാനായിട്ടുണ്ടാക്കിയ പ്രശ്നമല്ലേ, ഞാനായിട്ട് എന്നെ പറഞ്ഞു തീർത്തോളാം കേട്ടോ. സഖാവേ, എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു മനസ്സിലായി. എന്നെ കൊണ്ട് പറ്റൂല. സഖാവിനെ കൊണ്ടല്ലാതെ വേറെ ആരെ കൊണ്ട് പറ്റും? നിങ്ങൾ പറഞ്ഞാലും കാര്യമുണ്ട്. ഇവ ഇനി വാറക്കല്ലേ, അത് ഞാൻ നോക്കിക്കോളാം. നല്ല തടിവടി പോലെ എന്നാ പെണ്ണുമ്പുള്ളി തള്ളി തറയിട്ടിട്ട് നിൽക്കണണ്ട ആറാംകുറ്റി കണക്ക്. അർജുനൻ സഖാവേ, എൻ്റെ പേര് ഞാൻ ഇവിടെ അർജുൻ എന്നാണ് പറഞ്ഞേക്കണം. അതെ, കമോൺ അർജുൻ, കമോൺ കമോൺ. കൊണ്ടേ പോവും. സഖാവേ, സഖാവേ, അച്ഛനെ തന്നെ. അതായത് ഇപ്പോൾ ഇവിടെ നടന്നത് ഒരു ആശയവിനിമയ ധ്രുവീകരണമാണ്. അതായത് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. സത്യത്തിൽ ഈ കുട്ടി വെള്ളം അടിച്ചിട്ടില്ല, വെള്ളം കുടിച്ചിട്ടേ ഉള്ളൂ. ആ കുട്ടി പറഞ്ഞതിലുള്ള തെറ്റാണ് വെള്ളം അടിച്ചു എന്ന് കേട്ടത്. സത്യത്തിൽ ഈ കുട്ടി വെള്ളം അടിച്ചിട്ടേയില്ല. പിന്നെ ബീഫ് ഉണ്ടാക്കി എന്നുള്ളത് പച്ച പരമാർത്ഥമാണ്. പക്ഷെ അത് കഴിച്ചത് ഞങ്ങളാണ്. ആ കുട്ടി അണ്ടിപ്പരിപ്പ് ഏലക്കയിട്ട നല്ല വെജിറ്റബിൾ കുറുമയാണ് കഴിച്ചത്. ആ കുട്ടി കുറുമ, ഞങ്ങൾ ബീഫ്. ഞങ്ങൾ ബീഫ്, ആ കുട്ടി കുറുമ. അതെ അച്ഛാ, അത് ഈ പോത്ത് പറഞ്ഞപ്പോ തെറ്റിപ്പോയതാണ്. അതാണ് അച്ഛ ഉണ്ടായത്. അതെ അച്ഛാ. ശരി, ബീഫ് കഴിച്ചില്ല പോട്ടെ. പക്ഷേ ഇന്നലെ രാത്രി ചക്രു നിങ്ങൾ 5 ആണുങ്ങളോട് ഒറ്റയ്ക്കല്ലായിരുന്നോ? അയ്യേ അച്ഛ സഖാവേ, ഇയാളൊക്കെ അച്ഛ സഖാവിന്റെ ബന്ധുക്കളാണ്. അകന്ന ബന്ധുവാണ്. അതാണിങ്ങനെ മ്ലേച്ഛമായിട്ട് സംസാരിക്കുന്നത്. ഞങ്ങളത്രക്കാരല്ല. ഇവിടെ നിന്ന് എങ്ങനെ ഇറങ്ങിപ്പോയോ അതുപോലെ യാതൊരു കേടും കൂടാതെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും കേട് പറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്ന് എനിക്കും ഒന്ന് ലവനും ഇപ്പതോ യവനും. അല്ലാതെ ഒരു പ്രശ്നവുമില്ല. സമാധാനമായി. കൂടുതൽ വിശദീകരണമൊന്നും വേണ്ട. പെണ്ണിനെ അടിച്ചോണ്ട് പോയിട്ട് ഒരു കാര്യം. തന്നോട് ആരോട് പറഞ്ഞ എന്നെ ഇവർ അടിച്ചോണ്ട് പോയതാണെന്ന്? ഞാൻ എന്റെ ഇഷ്ടത്തിന് പോയതാണ്. തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ എന്റെ അടുത്ത് പറയണം. ചക്രു, ചക്രു, നീ ഒരു കാര്യം മനസ്സിലാക്കുന്നു. എനിക്കിനി ആരും ഇല്ല. ഇനി നിന്നെ കെട്ടാൻ പോകുന്ന ഞാനാ, നിന്റെ ഈ രാഹുലേട്ടൻ. അത് മറന്ന് നീ സംസാരിക്കാതെ. അച്ഛാ, ഇവള് പറയാൻ നോക്കിയേ, എനിക്ക് ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. ഇവിടെ സീരിയസ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നടക്കുകയാണ്. ഒരാൾ കിടക്കുകയാണ്. അതിന്റെ ഇടയിൽ വന്ന് ഇങ്ങനെ തമാശ പറയരുത് കേട്ടാ. ഇത് കണ്ടോ ഗൈസ്, ഇവർ ആദ്യക്കുട്ടനോട് കാണിച്ച ചതി കണ്ടോ ഗൈസ്? കല്യാണത്തലേന്ന് ആദ്യക്കുട്ടനെ ആദ്യം പിടിപ്പിച്ച് ഒളിച്ചോടിന്ന് പോരാഞ്ഞിട്ട് ഫ്ലസ്കിൽ എന്റെ തല വരെ വെട്ടിക്കളഞ്ഞു ഗൈസ്. പ്രതികരിക്കണം ഗൈസ്, നിങ്ങളാണ് പ്രതികരിക്കേണ്ടത്. ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് പ്രതികരിക്കണം ഗൈസ്. ഇതിനൊരു അറുമ്പതില്ലേ ഗൈസ്? നിങ്ങളുടെ മോളെയും കൊണ്ടാണ് എൻ്റെ ചക്കൻ പോയിട്ടുള്ളത്. നിങ്ങളിവിടെ ഞൊട്ടിക്കൊണ്ടിരിക്കാണ്ട് കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്ക്. എന്തായാലും ഈ കല്യാണത്തിന് ഞാൻ സമ്മതിക്കില്ല. അതിപ്പോ ഞാനും നീയും സമ്മതിച്ചാലും അവള് സമ്മതിക്കുന്നു തോന്നുന്നില്ല. അത് വിട്, അവരെ മാറ്റി സ്ഥലം പറയും, അല്ലാണ്ട് ഞങ്ങൾ പോവില്ല. കണ്ണിപ്പഴം
UK-ന്നേ കെട്ടും കഴിഞ്ഞാ അവൾ ഇന്നലെ എത്തിയത്. പിന്നെ അരവിന്ദ, തന്തമാര് നല്ലതാണെങ്കിൽ പിള്ളേരെ ചിലപ്പോൾ 2-3 ഒക്കെ കെട്ടിന്ന് വരും. അല്ലാതെ ജനിപ്പിച്ചതിനെ വലിപ്പിച്ച ഇതുപോലെ പടവും കൊണ്ട് നാട് നീളം നടക്കേണ്ടി വരും. ഇത് എനിക്കല്ല ഗൈസ്, ഈ ലോകത്തിൽ ആർക്കും സഹിക്കാൻ പറ്റൂല. എന്നിട്ട് മാറില്ല അങ്ങോട്ട്. എന്റെ ലൈഫിലെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഈ ചക്രികയും കുടുംബവും തകർത്ത് കൈ തന്നത് ഗൈസ്. ഇവൾ ചക്രികയല്ല, ഇവൾ കത്രികയാണ്. ആണുങ്ങളുടെ ഹൃദയം മുറിക്കുന്ന കത്രിക. ജ്യൂസ് ഈ വെവിളി ഒടിച്ചവനെ കെട്ടിച്ചു കൊടുക്കുന്ന കെട്ടിയല്ല അവൾ ഒടിച്ചോടി പോയ തന്നെ. എവൻ എവിടെ നിന്ന് കിട്ടി? ഈ മോനിക്ക് ജ്യൂസ് എന്ന് ഗൈസ്. ജ്യൂസ് ജ്യൂസിന്റെ റിവ്യൂ നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറയും. നമുക്ക് ഇനി അടുത്ത ആളെ പരിചയപ്പെടാം ഗൈസ്. ഇടക്കിഴങ്ങ എന്റെ മോന്ത പിടിക്കാതെ കിളവിയുടെ ഫീസ് പിടിയടാ. ഇത് എന്റെ കണ്ടന്റ് ആണ്, എന്റെ ജീവിതങ്ങളഞ്ഞുണ്ടായ കണ്ടന്റ്. ഇതെങ്ങാനും നീയൊക്കെ എവിടെയെങ്കിലും അപ്ലോഡ് ചെയ്താ ആദിക്കുട്ട ആർമിയുടെ പവർ നീയൊക്കെ അറിയും. കേരളം നിന്ന് കത്തും. കത്തിക്കണോടാ. ഇങ്ങോട്ട് നോക്ക് ഗൈസ്. കിടക്കണ കിടപ്പ് കണ്ട. അയ്യോ, സ്വന്തം മോൾ ഇറങ്ങിപ്പോയതിനേക്കാളും നല്ലൊരു മരുമോനെ നഷ്ടപ്പെട്ടതിന്റെ വിഷമത്തില് ബോധം കിട്ടാനൊക്കെ അഭിനയിച്ച് കിടന്നിറങ്ങുന്ന എന്റെ എക്സാമായി അമ്മ. മോനെ അവൾ ഉണത്തല്ലേ മോനെ, പാവം. ഇതിലൂടെ എല്ലാം ഇങ്ങനെ വിളിച്ച് പറയല്ലേ, നാട്ടുകാർ കാണൂലേ. കാണട്ട്, ഈ ലോകം മൊത്തം കാണട്ട്. എനിക്ക് പ്ലേ ബട്ടൺ കിട്ടിയാലേ ഇവളെന്നെ കെട്ടുമെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ അലത്താവേണ്ടതായിരുന്നു. ഇവളെന്നെ ചതിക്കുമെന്ന്. മോനെ, നിന്നെ ആരടാ ചാച്ചേ? മോളിതാ വന്ന് നിക്കല്ലേ. നീ എന്നിട്ട് വീട്ടുകാരെ വിളിച്ച് പെട്ടെന്ന് വരാൻ പറ. മുഹൂർത്തത്തിന് ഇനി അധികം സമയമില്ല. സൂപ്പർ സൂപ്പർ സൂപ്പർ. മാമച്ചെന്ന് ഒപ്പിയറ. ഗൈസ്, ദിസ് ഓൾഡ് ഫെലോ ട്രൈയിങ് ടു കൺവിൻസ് മീ. എന്റെ ഉള്ളിലെ നന്മയെ ഇയാൾ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. നിങ്ങളാണ് എന്റെ കുടുംബം. നീയല്ല, നീ ഇവിടെ മാറിയില്ല. ഗൈസ്, നിങ്ങളാണ് എന്റെ കുടുംബം. ആ കുടുംബത്തിനെ സാക്ഷിയാക്കി ഞാൻ പറയുന്നു, ഈ ചതിച്ച ചക്രയെ ഞാൻ ഇനി കെട്ടൂല ഗൈസ്. കല്യാണ തലേന്ന് ഈ 5 മുതു കെണ്ടകളുടെ കൂടെ അഴിഞ്ഞാടി നടന്നവളെ എനിക്കിനി വേണ്ട. കെട്ടൂല ഗൈസ്. ഒരു മര്യാദക്ക് വേണ്ടടി. 5 പേരുടെ കൂടെയാ ചക്രു. എവനാണോ ബനാന? കറക്റ്റ് പഴം. ആശാനെ, ഇതെന്തോന്ന്? 8 ആണിന് ഒരു പെണ്ണാ? 8ഇല്ലടാ, അതോ നോക്ക് 2 വിക്കറ്റ് പോയി. എവിടെ പോയിരുന്നടാ പട്ടി നീ? പറടാ, നിന്നോട് എപ്പോ വരാന്ന് പറഞ്ഞേ? അത് രാത്രി. ഇതാണോടാ നിന്റെ രാത്രി? മാറിപ്പോയി ചക്രിയെ. എന്തോന്ന് മാറിപ്പോയി? എന്ത് തേങ്ങയാണ് മാറിപ്പോയത്? എടാ, ഇത് പകലാ, പകല്. ദേ സൂര്യൻ ഫുൾ മൂൺ ആയിട്ട് നിൽക്കുന്ന കണ്ടില്ലയോ? അതല്ല, എൻ്റെ അച്ഛൻ്റെ മൊബൈലിലാണ് റിമൈൻഡർ വെച്ചത്. അത് അങ്ങേര് ഓഫ് വെച്ചിട്ട് രാത്രി ഡ്യൂട്ടിക്കും പോയി. ഞാൻ എന്തിനു ചെയ്ത്? രാവിലെ എണീച്ചപ്പോൾ നേരം വെളുത്ത് ഇത്തിരി ഉറങ്ങിപ്പോയി, അത്രേ ഉള്ളൂ. അല്ല, അതല്ല, ഈ 5 പേര് ഏയ്യേ, ഒരു ഉണങ്ങിയ കാമുകം വന്ന് നിൽക്കണ്. വല്ല ഉത്തരവാദിത്തമുണ്ടോ എനക്ക്? അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും ഞാനും എൻ്റെ പിള്ളേരെ സോൾവ് ചെയ്തിട്ടുണ്ട്. കാമുകൻ റെഡി, കല്യാണ ചെറുക്കൻ റെഡി, പിന്നെ ഒരു മുതുക്ക് മുറച്ചെറുക്കൻ റെഡി. ഇനി നിങ്ങളായി, നിങ്ങളുടെ പാടായി. നമ്മളില്ലേ പാടമക്കള. അണ്ണാ, ഒരു മിനിറ്റ്. കുട്ടി, ഇന്നലത്തെ രാത്രി ഞങ്ങൾ ആരും മറക്കില്ല. കല്യാണം കഴിഞ്ഞു പോയാലും കിടക്ക അങ്ങോട്ട് വരണം. ഏത് പാതിരാത്രിയിലും കുട്ടിക്ക് അവിടെ ഒരു കിടക്കുണ്ടാവും. ഓൾ ദ ബെസ്റ്റ് മോനെ. പോവാണോ? അല്ല, അങ്ങനെ അങ്ങ് പോയല്ലോ. ഒരു രാത്രി നിങ്ങളോട് കഴിഞ്ഞവളെ ഇനി ആര് കെട്ടുന്നോടെ അറിയണ്ടേ? ഇയാൾ ഇതെന്തോന്നു? അവൻ പറഞ്ഞു കേട്ടില്ല, അവൻ കെട്ടൂന്ന്. എനിക്ക് കെട്ടാനൊന്നും പറ്റൂല. പോടാ എണീറ്റ്. ഞാൻ കെട്ടൂല. എന്ത് കെട്ടൂലേ? എടി, രാത്രി എന്നെ കണ്ടില്ലെങ്കിലേ തിരിച്ച് വീട്ടിൽ പോണം. അല്ലാതെ കണ്ടവന്മാരോട് കിടന്ന് നിരങ്ങിയോളാം ഞാൻ കെട്ടണോ? പറ, വേണോ? നിനക്കെന്നെ കെട്ടാൻ പറ്റില്ലല്ലോ. പറ്റില്ലല്ലോ.
ഇവിടെ കിടന്ന് അധികം ബഹളവും വിളച്ചിലൊന്നും വേണ്ട കേട്ടല്ലോ. ഉണ്ടല്ലേ അത്? ആ ഞാൻ തന്നെയാ. നാലിട കെട്ടായിരുന്നു മക്കളെ. മംഗല്യദണ്ട് പൊട്ടിയപ്പോ പെണ്ണുങ്ങളെ കാട്ടി താലി കയറി തുടങ്ങിയല്ലേ? ഓ രാവിലെ ഏതോ പെങ്കുവച്ച് താലി പൂജിക്കാൻ വന്നെന്ന് അവൻ പറയണ കേട്ട്. പൂജാരി ആരിത്? ഇവിടുത്തെ ജയിലെഴുതാണെന്ന് തോന്നുന്നു. ഇവിടെ കണ്ട് നല്ല പരിചയം. അച്ചമ്മ. ഓ വേണ്ട വേണ്ട. നീ എന്താ ഇവിടെ? അല്ല നിനക്കെന്താ ഈ വീട്ടിൽ കാര്യം? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കണ്ടവന്റെ കൂടെ ലോകം ചുറ്റിട്ട് വന്ന് കേറാനേ ഇത് സത്രമൊന്നും അല്ല. അച്ചമ്മ, നമ്മുടെ ചക്രുവാ. അയ്യോ ആണോ? എനിക്ക് അറിയത്തില്ലായിരുന്നു. അക്കാലത്തെ കൊണ്ട് വന്നിരിക്കുന്നു. പോടാ അവിടുന്ന്. അമ്മ, ഇവള് നമ്മളെ കുടുംബത്തിന്റെ മാനം കളഞ്ഞമ്മ. അതുകൊണ്ട് ഇവളെ ഈ വീട്ടിൽ കയറ്റാൻ പറ്റത്തില്ല. ഓഹോ, അത് നീ അങ്ങ് തീരുമാനിച്ചാ മതിയോ? ഞാൻ തീരുമാനിക്കും. ഇവിടെ ഇതൊന്നും നടക്കത്തില്ല. എത്രയും പെട്ടെന്ന് ഇറങ്ങിക്കോളെ ഇവിടുന്ന്. എന്നാ എനിക്ക് ചിലത് പറയാനുണ്ട്. നിർത്തടി. ഈ വീട്ടിൽ പെണ്ണുങ്ങൾ ആരെങ്കിലും ഇത്ര ഒച്ചയെടുത്ത് സംസാരിക്കുന്നത് നീ കേട്ടിട്ടുണ്ടോ? എന്നെ അങ്ങനെ ആരും പേടിപ്പിക്കാൻ നോക്കണ്ട. എനിക്കും പോകാൻ വേറെ സ്ഥലമുണ്ട്. എങ്ങോട്ടാണ് അവ പോകാൻ പോകുന്നത്? കഷ്ടം. നിന്നെ പ്രേമിച്ചവനും വേണ്ട, കെട്ടാനിരുന്നവനും വേണ്ട, വീട്ടുകാർക്കും വേണ്ട. പിന്നെ നീ എങ്ങോട്ടാടി പോകാൻ പോകുന്നത്? കഷ്ടം. അവന്മാരുടെ മോന്ത നോക്കിയിട്ട് കുറെ ഉണ്ട് താനും നിന്നെ കൊണ്ടുപോകാൻ. ചേട്ടാ വാ പോവാം. എങ്ങോട്ട്? നിങ്ങൾ എങ്ങോട്ടാണോ അങ്ങോട്ട്. നീ എന്തിനാ ഞങ്ങളുടെ വന്നെ? നിങ്ങളല്ലേ പറഞ്ഞേ ഇനി പോലും ഞാൻ വത്സല ക്ലബിൽ അംഗമാണെന്ന്. അതൊരു താൽക്കാലിക മെമ്പർഷിപ്പാണ് ഞാൻ ഉദ്ദേശിച്ചത്. പുതിയ മെമ്പർഷിപ്പ് ഉടനെ കൊടുക്കണില്ല. ചേട്ടാ, ചേട്ടൻ എന്നെ കെട്ടാൻ പറ്റുമോ? ചേട്ടൻ എന്നെ കെട്ടാൻ പറ്റുമോന്ന്? എന്റെ കല്യാണവും മുടങ്ങി, ചേട്ടന് പെണ്ണും കിട്ടില്ല. അപ്പൊ ചേട്ടനെ കല്യാണം കഴിച്ചാ ചേട്ടന്റെ എല്ലാ പ്രശ്നം മാറൂലേ? സഖാവേ, ലോട്ടറി അടിച്ച് നമുക്ക് ക്ലബും കിട്ടും, അവന് പെണ്ണും കിട്ടും. അവൻ ചിലപ്പോ ചെറവും. അവനെ പിടിച്ച പിടിയാലെ സമ്മതിപ്പിക്കണം. ഒരു മിനിറ്റ്. ആലോചിക്കാൻ സമയമില്ല. നീ ഒന്ന് ആലോചിക്കാണ്. ഇതിൽ നല്ലൊരു ഐഡിയ ഇനി വേറെ ഇല്ല. ഞങ്ങളല്ല ഭാരതക്കൊന്ന് മുഴുവൻ വിചാരിച്ചാലും 7 ദിവസമല്ല 7 വർഷം എടുത്താലും നിനക്കൊരു പെണ്ണ് കിട്ടാൻ പോകുന്നു. കറക്റ്റ്. ഇതൊരു പെണ്ണ് ഇങ്ങോട്ടാ വന്നിരിക്കുന്നത്. സമ്മതിച്ചോ? അതാ നിനക്ക് നല്ലത്. എടാ ഒന്ന് വാതർന്ന് പറയടാ ചോവേ. എടാ, ഈ കല്യാണം എന്നൊക്കെ പറയുന്ന ഒരു പ്രിപ്പറേഷനും ഒരു തയ്യാറെടുപ്പിനൊക്കെ സമയം വേണ്ടേ? വേണ്ട സഖാവേ. സമയം കിടക്കില്ല. നീ 2 സെക്കൻഡ് ആലോചിച്ച് പറഞ്ഞാൽ ഞാൻ പിടിച്ചെടുത്തി. എന്നാലും 2 സെക്കൻഡ് സഖാവേ കളിക്കല്ലേ. എങ്കിലേ ഞാൻ ഒരു ഐഡിയ പറയാം. കേൾക്കാൻ പോണില്ല, എന്നാലും പണ. അവന് വേങ്കിലേ ആ പെണ്ണെ ഞാൻ കെട്ടിക്കോളാം. ബാഹു അണ്ണാ, കഷ്ടായിരിക്കും. കെട്ടിച്ചെന്നാ പൊഞ്ഞോണ്ട് പോവോ? നീ കെട്ടിയ നിനക്ക് പെണ്ണ് കിട്ടും, നമുക്ക് ക്ലബ്ബ് കിട്ടുമോ? അവക്ക് ഇവനല്ലേ ഇഷ്ടം. യവനാണെങ്കിൽ ഒരുമാതിരി മണാന്ന് ഒരു ചൂടും ചുരുക്കൂലാത്തൊരു ചെറുകൈ. കൊച്ചേ, ഒന്നും നടക്കാൻ പോകുന്നില്ല. നീ നിന്റെ കലിപ്പന്റെ കൂടെ ലോകം കാണാൻ ഇറങ്ങുന്നതിന് മുമ്പേ ആലോചിക്കണമായിരുന്നു. ഓ പിന്നെ നിങ്ങൾ എനിക്ക് വേണ്ടി നോക്കി വെച്ചത് പൃഥ്വിരാജിനെയല്ലേ? ഓ അത് നടന്നത് തന്നെ. അയ്യോ, ഇവിടെ കിടന്നുള്ള ഈ ചർച്ചയൊന്നും വേണ്ട. കൊച്ചേ, ഇവർക്ക് നിന്നെ വേണ്ട. നീ ഒരു കാര്യം ചെയ്, എത്രയും വേഗം നീ അടുത്തതാരാന്ന് തപ്പി കണ്ടുപിടിക്കാനുള്ള വഴി നോക്ക്. പോ.
അയ്യോ ഇങ്ങനെ കുന്തം വിഴിഞ്ഞാലും നിക്കാതെ വാ തുറന്ന് പറയണോ പറയടേ. എന്നെ കേട്ട സമ്മതാണോ അല്ലേ? അല്ല. ആ സമ്മതാണ്. ആ സമ്മതാണ്. ആ ആണോ? സമ്മതമാണ്. ശരിക്കും സമ്മതമാണ്. ഇല്ല അല്ല. ആണാ? നിക്കടി അവിടെ. എന്താ ഉറപ്പിച്ചോ? ഉറപ്പിച്ചെങ്കി ആ ഉറപ്പിച്ചെങ്കി ഇങ്ങോട്ട് പോരെ. ഏതായാലും ഇത്രയൊക്കെ ആയല്ലോ. ഇനി താലികെട്ടും കഴിഞ്ഞ് ഒരു സദ്യ ഉണ്ടേ ചങ്ങ് പോകാം. നോക്കിക്കാതെ ഓർഡർ